Welcome to AAA Profit Analytics, weekly market view dated 16th November. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 18th മുതൽ 22nd നവംബർ വരെയുള്ള വീക്കാണ്. മാർക്കറ്റിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു റാലിക്ക് ശേഷം കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീക്കിൽ ജസ്റ്റ് 13 പോയിൻറ്റ്സ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതേസമയം അതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ 17 പോയിൻറ്റ്സ് അപ്പായാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതായത് മാർക്കറ്റ് ഒരു ഹയർ ലെവൽസിൽ ഒരു ഫ്രഷ് ട്രിഗേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം മാർക്കറ്റ് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ, ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്കുള്ള ട്രെൻഡോട് കൂടി ട്രേഡ് ചെയ്യുകയും ഓൾമോസ്റ്റ് പല ദിവസങ്ങളിലും 100 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റോടുകൂടി ഒരു വൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ട്രേഡേഴ്സിനെ എല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന സമയങ്ങളായിരിക്കും. അതേസമയം മോർ ദാൻ 50% സമയത്തും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പീരീഡിലാണ് ഏറ്റവും ട്രേഡിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയം. കഴിഞ്ഞ ആഴ്ചയും നമുക്കറിയാം ഒരു വീക്ക്ലി ട്യൂസ്ഡേ ഹോളിഡേ വന്നതുകൊണ്ട് തന്നെ 4 ഡേയ്സിൻ്റെ ട്രേഡിംഗ് വീക്കായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻസിൻ്റെ റൈറ്റിംഗ് ഹെവി ആയിട്ട് പല ദിവസങ്ങളിലും നടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതേസമയം മാർക്കറ്റിനെ വളരെ റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് ആ ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഷ്രിങ്ക് ചെയ്തെടുക്കുന്നതിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം കോൺസെൻട്രേഷൻ. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് പലപ്പോഴും ഒരു വളരെ ചെറിയൊരു റേഞ്ചിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നുണ്ട് മാർക്കറ്റ് 50 പോയിൻറ്റ്സ് മുകളിൽ പോയതിന് ശേഷം 50 പോയിൻറ്റ്സ് താഴെ വരികയും അതിനുശേഷം വീണ്ടും ആ മൂവ്മെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും താഴെ ലെവലിൽ സെല്ല് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി പോവുകയും അതുപോലെ തന്നെ മുകളിലെ ലെവലിൽ ഒരു ബൈയിങ്ങിൻ്റേതായ ഒരു മൂഡ് ഫീൽ ചെയ്തതിന് ശേഷം ബൈയിങ്ങിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും മാർക്കറ്റ് താഴെ പോകുന്ന സിറ്റുവേഷനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ട്രേഡിംഗ് ടൈം ആയിരിക്കും ഇങ്ങനെയുള്ളൊരു കൺസോളിഡേഷൻ പീരിയഡ്. നമുക്കറിയാം കഴിഞ്ഞ ഫ്രൈഡേയിൽ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ട്രെൻഡ് വരാനുണ്ടായ കാരണം SR സ്റ്റീലിൻ്റെ ഇൻസോൾവൻസി കേസ് സുപ്രീം കോർട്ട് ഒരു ഡിസിഷൻ ഡിക്ലെയർ ചെയ്തതാണ്. അതെന്തായാലും മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. ഇങ്ങനെയുള്ള ഇൻസോൾവൻസി കേസുകളുടെ ഒരു ഗൈഡാകാവുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ് ഈ ഇൻസോൾവൻസിയുടെ അതിൻ്റെ പ്രൊസീഡ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന് തീരുമാനിക്കാം എന്നുള്ള ഒരു ഡിസിഷനാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം പലപ്പോഴും ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിലുള്ളത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. എസ്പെഷ്യലി നമുക്കറിയാം SR സ്റ്റീലിൽ നിന്ന് ഓൾമോസ്റ്റ് 13,000 crores സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലഭിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഡിസിഷൻ ഓൾറെഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത് NPA ആയിട്ട് പ്രൊവൈഡ് അതായത് ലോസ് ആയിട്ട് ഓൾറെഡി റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫേവറബിൾ ആണ്. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള ഡിസിഷൻസ് വരുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ അവർ ഫിനാൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വളരെ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അത് തന്നെയല്ല, നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള ലിക്വിഡിറ്റി കൂടുകയും ചെയ്യുമ്പോൾ അത് ഓവറോൾ എക്കണോമിക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തീരുമാനങ്ങൾ വരുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഡിലേ ആവാതെ വരികയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇക്കണോമിക്കലായിട്ടുള്ള ഒരു സ്ലോ ഡൗണിന് കുറേയധികം സൊല്യൂഷൻസും ആകും. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം കാണേണ്ടതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്നുള്ള റിസൾട്ട് വന്നപ്പോൾ തന്നെ സംസാരിക്കുകയുണ്ടായതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മൂവ്മെൻറ്റ്. അങ്ങനെ എന്തായാലും ഒരു 320 ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം 323 ലെവലിലേക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 280 ലെവലിൽ നമ്മൾ ആ സ്റ്റോക്കിനെ ഒരു 320 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ ഈ വീക്ക്ലി വ്യൂവിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പലപ്പോഴും മാർക്കറ്റിൽ ഒട്ടും അവസരങ്ങളില്ല എന്ന് നമ്മൾ കരുതുന്ന സെക്ടേഴ്സിൽ അല്ലെങ്കിൽ സ്റ്റോക്സിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം എസ്പെഷ്യലി ഓൺ ഫ്രൈഡേ ഭാരതി എയർടെൽ
പുതിയ ഒരു ടെലികോം കമ്പനീസിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭാരതി എയർടെൽ വളരെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായി. ഓൾമോസ്റ്റ് 8% മൂവ് ചെയ്യുകയുണ്ടായി അല്ലേ. അന്ന് കഴിഞ്ഞ ഓൾമോസ്റ്റ് 1 ഇയറിൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ മാത്രമാണ് ഭാരതി എയർടെൽ ട്രേഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. കാരണം നമുക്കറിയാം ടെലികോം സെക്ടർ വളരെ മോശം ആയിട്ടുള്ളൊരു സൈക്കിളിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം അതിൽ വളരെ ആക്റ്റീവായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിലെല്ലാം കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയും അതിൽ സം ഗുഡ് ന്യൂസ് എന്തായാലും വളരെ ബീറ്റൻ ഡൗൺ ആയിട്ട് കിടക്കുന്ന സെക്ടറിൽ ഇപ്പോൾ നമുക്കറിയാം ഐഡിയയിൽ ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ആ സ്റ്റോക്ക് ഓൾറെഡി ഹോപ്പ്ലെസ് ആവുന്ന രീതിയിലേക്ക് താഴെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ നമ്മൾ ഭാഗ്യം പരീക്ഷിക്കാൻ പോകുന്നത് ഒരിക്കലും ഒരു ബുദ്ധിപരമായ തീരുമാനമായിരിക്കില്ല. പക്ഷേ ഭാരതി എയർടെല്ലിൽ ആ കമ്പനി ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ്. പക്ഷേ ഒരു കോമ്പറ്റീറ്റർ വളരെ ലോ റേറ്റിൽ അല്ലെങ്കിൽ ഈവൻ ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ കൊടുത്തുകൊണ്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള ശ്രമിച്ചപ്പോൾ വന്ന ഒരു റവന്യൂവിലുള്ള ഫോള് തന്നെയായിരിക്കണം ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭാരതി എയർടെലിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രൈഡേ ലഭിക്കുകയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വളരെ മോശമായിട്ട് നിൽക്കുന്ന സ്ഥലത്തും ചില സമയത്ത് അവസരങ്ങൾ വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ നല്ല പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരിക്കലും ഒരു സെക്ടറിനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെയോ ഒന്നും നല്ല ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള പല കമ്പനീസും ആ സെക്ടറിൻ്റെ പെർഫോമൻസ് മോശമാകുന്ന സമയത്ത് മോശമായിട്ടുള്ള പ്രൈസ് ആ സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് പലപ്പോഴും മോശമായി പെർഫോം ചെയ്തെന്നിരിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ വളരെ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകളിൽ കൂടെ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് പലപ്പോഴും വളരെ ക്വിക്കായിട്ട് നേടാനും സാധിക്കും. അപ്പോൾ ഒരിക്കലും ഞാനത് അങ്ങനെയുള്ള ഐഡിയ ഒരിക്കലും പെന്നി സ്റ്റോക്സ് പോലെയുള്ള വളരെ 5 രൂപയിലും 10 രൂപയിലുള്ള സ്റ്റോക്സിൽ ട്രൈ ചെയ്യാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മുടെ കൈ പൊള്ളുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൽ നിന്ന് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കറിയാം ഭാരതി എയർടെൽ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ടെലികോം സെക്ടറിൽ വളരെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ കമ്പനി തന്നെയാണല്ലോ. അപ്പോൾ ആ കമ്പനിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് പ്രൈസ് താഴെ ഇപ്പോൾ നമുക്കറിയാം ഐഡിയ 3 രൂപയിലേക്കൊക്കെ താഴ്ന്നു വന്നപ്പോൾ അതിന് അത്രയും വാല്യൂ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഭാരതി എയർടെൽ പക്ഷേ ഹയർ ലെവൽസിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പോൾ അതിനത്രയും വാല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം റീബൗണ്ട് ചെയ്യുക ഭാരതി എയർടെൽ തന്നെയാവും എന്നുള്ള ഒരു കാൽക്കുലേഷനോട് കൂടിയാണ് നമ്മൾ ആ സ്റ്റോക്കിന് കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ നല്ല പ്രോഫിറ്റിൽ തന്നെ അന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരിക്കുന്നത്. പക്ഷേ സെക്ടറിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സെക്ടറാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ വളരെ റേഞ്ച് ബൗണ്ടായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 11th-നും 13th-നും ബയേഴ്സ് ആയിരുന്നെങ്കിലും 14th-നും അതുപോലെ തന്നെ 15th-നും ഓൾമോസ്റ്റ് ഈ വീക്കിൽ ഏറ്റവും ഹയർ സെയിൽസ് അവർ നടത്തിയിട്ടുള്ളത് November 15th-നാണ്. അന്നൊരു 1008 crores സെല്ലിംഗ് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11th-നും 13th-നും സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം 14th-നും 15th-നും അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹയർ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലായിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേസമയം 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഈ കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യാനുള്ള തീരുമാനത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ബയേഴ്സ് ആയിരുന്ന അവരും കഴിഞ്ഞ വീക്കിലൊരു സെല്ലേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഹയർ ലെവൽസിൽ ഉള്ള ഒരു കൺസോളിഡേഷൻ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു മൂഡിലൂടെയാണ് മാർക്കറ്റ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വരും ദിവസങ്ങളിൽ ഇനി നമ്മുടെ ഈ Q2 റിസൾട്ട്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇപ്പോൾ ചൈനയും യുഎസും തമ്മിലുള്ള ഈ ട്രേഡ് താരിഫിൻ്റെ മുന്നോട്ടുള്ള
തീരുമാനങ്ങളും അതുപോലെ ട്രംപിൻ്റെ ഇംപീച്ച്മെൻറ്റ് തീരുമാനവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഗ്ലോബലായിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സൗദി ആരാംകോയുടെ IPO ആണ്. ഈ IPO വളരെ വളരെ ഈഗറായിട്ട് ഗ്ലോബലി തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം IPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇനി ഈ സൗദിയിലെ ആരാംകോ എന്നുള്ള IPO നടക്കുന്നുണ്ടാകുന്നത്. കാരണം ഗ്ലോബലി തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് ലിസ്റ്റഡ് കമ്പനിയായി മാറാനുള്ള പൊട്ടൻഷ്യലുള്ള കമ്പനിയാണ് ആരാംകോ. ഈവൻ ആപ്പിളിനേക്കാൾ കൂടുതൽ വാല്യുവേഷനോട് കൂടിയായിരിക്കും സൗദി ആരാംകോ ഇവിടെ ലിസ്റ്റിംഗ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നടക്കും. അങ്ങനെയുള്ള ഒരു ബ്രോഡറായിട്ടുള്ള മാർക്കറ്റ് പെർഫോം ചെയ്തില്ലെങ്കിലും ഇൻഡിവിജ്വലായിട്ടുള്ള നല്ല സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത് 8 നവംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 11,908 അതിനുശേഷം 11th 5 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 12th ഗുരുനാനക് ജയന്തിയുടെ ഹോളിഡേ ആയിരുന്നെങ്കിൽ 13th 73 പോയിൻറ്റ്സ് ഡൗൺ ആയി ക്ലോസ് ചെയ്തു. അതിനുശേഷം 14th 31 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 15th പക്ഷേ 23 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതായത് ജസ്റ്റ് 13 പോയിൻറ്റ്സ് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു കൺസോളിഡേഷൻ ഇനിയൊരു പുതിയൊരു ട്രിഗർ വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്തതായിട്ട് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റിൻ്റെ ആ 12,103 നിന്നുള്ള ഒരു കറക്ഷൻ ഷാർപ്പ് സെൽ ഓഫ് 10,637 വന്നതിന് ശേഷം അവിടെ നിന്നുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള റീബൗണ്ട് 12,034 വരെയും വന്നതിന് ശേഷം മാർക്കറ്റിലൊരു ആ കറക്ഷൻ അവിടെ നിന്നുള്ളൊരു പുൾ ബാക്ക് 11,802 വരെയാണ് വന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്കിൻ്റെ മോഡിൽ തന്നെയാണ്. പക്ഷേ 11,800 ലെവലിലാണ് മാർക്കറ്റിന് ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ചാർട്ടിൽ കാണാം ഒരു നിഫ്റ്റിയുടെ ഒരു 30 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ ലൈൻ കാണാം. അത് 11,423 ലെവലിലാണ്. ആ ലെവലാണ് ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്കിൽ കൃത്യമായിട്ട് മാർക്കറ്റ് വരുന്നൊരു ലെവലിൽ നിന്ന് നമുക്ക് ഓരോ സ്വിംഗ് ചാർട്ടിലുള്ള നമുക്ക് ആ മൂവ്മെൻറ്റ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാർക്കറ്റിൻ്റെ ഒരു ഷാർപ്പ് സെൽ ഓഫ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും 11,423 ലെവലായിരിക്കും കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് നിലനിൽക്കുക. എപ്പോഴും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൽ അതുപോലെ തന്നെ ട്രേഡിങ്ങിലെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ മൂവിങ് ആവറേജസ് എന്ന് പറയുന്നത്. എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ പ്രൈസിൻ്റെ ചാർട്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജസും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യും. പലപ്പോഴും ഓരോ മൂവിങ് ആവറേജസ് കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മൂവിങ് ആവറേജസ് ക്രോസ് ഓവർ സിസ്റ്റംസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാംസിൽ ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കവർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു മൂവിങ് ആവറേജസിനെ എങ്ങനെയാണ് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ബൈ അല്ലെങ്കിൽ സെല്ല് ഡിസിഷൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ഒരു വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആ വീഡിയോ പ്രത്യേകിച്ച് മാർക്കറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മൂവിങ് ആവറേജസിൻ്റെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾക്ക് sajeeshkrishnan.com നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു പെയ്ഡ് വീഡിയോ ആണ്. എസ്പെഷ്യലി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു മലയാളത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. sajeeshkrishnan.com നിങ്ങൾക്ക് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാണാനും സാധിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഇനി ഡിമാൻഡ് സപ്ലൈ സോൺ ഒന്ന് നോക്കാം. ഡിമാൻഡ് സപ്ലൈ സോൺ കാണുമ്പോൾ നമുക്ക് നിഫ്റ്റിക്ക് കാണാവുന്ന ഒരു ഹവർലി ചാർട്ടിൽ വരുന്ന ഒരു
ഡിമാൻഡ് വരുന്നത് 11,855 അതുപോലെ തന്നെ 11,811 എന്നുള്ളൊരു ലെവലിലാണ് അടുത്തൊരു ഡിമാൻഡ് സോണായിട്ട് വരിക. ഈ ലെവലിന് ഇപ്പോൾ നമ്മൾ കാണേണ്ട ഓരോ കറക്ഷനിലും അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുകയാണ് മാർക്കറ്റ്. അതേസമയം ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണായിട്ട് നിൽക്കുന്നത് 11,983 അതുപോലെ തന്നെ 12,034 എന്നുള്ളൊരു ലെവലാണ്. അതേസമയം നമുക്കൊരു ഡെയിലി ചാർട്ടിലുള്ളൊരു ഡിമാൻഡ് സപ്ലൈ നോക്കുമ്പോൾ നമുക്ക് കാണാം 11,646 11,490 ലെവലിലും ആയിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഡിമാൻഡ്, ഒരു മീഡിയം ടൈമിലുള്ള ഡിമാൻഡായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു സപ്ലൈ സോൺ നിൽക്കുന്നത് 12,021 12,095 എന്നുള്ളൊരു ലെവലാണ്. ഈ ലെവൽ ഓൾമോസ്റ്റ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കാണ് നമ്മളിനി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഫ്രഷ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കട്ടിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായാലാണ് നമുക്ക് മാർക്കറ്റ് ഈ ലെവലിൽ നിന്നും ബ്രേക്ക് ചെയ്ത് ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള, നമുക്കറിയാം മാർക്കറ്റിൻ്റെ ലൈഫ് ടൈം ഹൈ വരുന്നത് 12,103 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നമുക്കറിയാം കുറേയധികം നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഇൻഫ്ലേഷൻ ഡാറ്റയും ഒരു ഹൈ ലെവലിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ GDP ഫോർകാസ്റ്റും എല്ലാവരും താഴേക്ക് എല്ലാവരും മത്സരിച്ചുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്ന ഓരോരുത്തർ പറയുന്നതിനേക്കാളും താഴെ ലെവലിലേക്ക് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എത്ര കണ്ട് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ് മാർക്കറ്റിൽ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കാണാനുള്ളത്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവരും അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് GDP താഴെ എത്തി എന്നുള്ള രീതിയിലുള്ള നമ്മൾ IMF എല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയം എത്തുമ്പോൾ ഓൾറെഡി അവിടെ എത്തിയതിന് ശേഷമാണ് അവർ പലപ്പോഴും പറയുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടേൺ അറൗണ്ട് പോയിന്റ് ആയിരിക്കും. നമ്മളത് കാണുകയും ചെയ്തതാണ് കഴിഞ്ഞ മാർക്കറ്റിൻ്റെ 11,000 താഴെ നിന്നും സ്റ്റോക്ക് മാർക്കറ്റും വളരെ ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്തത്. കാരണം അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അവർ അത് ഡിക്ലെയർ ചെയ്യുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റും അത് ഐഡൻറ്റിഫൈ ചെയ്യും. ആ സമയം ഗവൺമെൻറ് അതിന് കൗണ്ടർ ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ഷൻസും ഒക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ആ ടാക്സ് റേറ്റ് കട്ടും അതുപോലെയുള്ള ഇനിയും കുറേ അധികം ആക്ടിവിറ്റീസ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് GDP താഴേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ലെവലിൽ നിന്നുള്ള റീബൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻസ് പോകുമ്പോൾ എപ്പോഴും വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കാരണം ഗവൺമെൻറ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ കൗണ്ടർ ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ഷൻസ് തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് എടുക്കുന്നത് പലപ്പോഴും ഒരു ഓവർനൈറ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ടാക്സ് റേറ്റ് കട്ട് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവൻ ഇത്രയധികം നോളേജും ഇൻഫർമേഷൻസും ഉള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വളരെ ഹെവി ലോസിലാണ് അന്ന് എക്സിറ്റ് ആവേണ്ടി വന്നത്. കാരണം മാർക്കറ്റ് ഒറ്റ ദിവസം കൊണ്ടാണ് ഷാർപ്പായിട്ട് റീബൗണ്ട് ചെയ്ത് പോയത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഷാർപ്പ് റീബൗണ്ടിൽ പിന്നെ ഹയർ ലെവൽസിൽ ഷോർട്ട് കവറിങ് ശ്രമിക്കുമ്പോൾ വീണ്ടും ഹയർ ലെവൽസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയം ആകുമ്പോൾ പലപ്പോഴും ഓവർനൈറ്റ് ഷോർട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതും വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കിനി നിഫ്റ്റിയുടെ ടെക്നിക്കലായിട്ടുള്ള ഒരു മെയിൻ ചാർട്ട് കൂടെ ഒന്ന് നോക്കാം. നമുക്കറിയാം നിഫ്റ്റിയുടെ ഇപ്പോൾ 200 DMA വരുന്നത് 11,376 നമുക്ക് 200 DMA വരുന്നത്. അവിടെ നിന്നും മാർക്കറ്റിൻ്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ മാർക്കറ്റിന് ഇനി വരുന്ന ഒരു റെസിസ്റ്റൻസ് കൃത്യമായിട്ട് 11,950 ലെവലിലാണ്. ആ ലെവലിന് മുകളിലുള്ള റെസിസ്റ്റൻസ് എന്തായാലും ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 12,103 തന്നെയാണ്. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു പുൾ ബാക്കിൽ നമുക്ക് കിട്ടാവുന്ന ഫസ്റ്റ് സപ്പോർട്ട് 11,757 ലെവലാണ്. അതിന് താഴേക്ക് പോവുകയാണെങ്കിലുമാണ് 11,516 എന്നുള്ള ലെവലും അതുപോലെ 200 DMA വരുന്ന 11,376 എന്നുള്ള ലെവലിലുള്ള സപ്പോർട്ട് ലെവൽസ് വരിക. എന്തായാലും നമ്മുടെ മാർക്കറ്റ് 12,103 എന്ന ഹൈ ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തിരുന്നത് ജൂൺ 3 ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഗവൺമെൻറ് ആക്ഷൻസ് കൂടിയോ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് കൊണ്ടും മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റിന് ഒരു ടാർഗറ്റായിട്ട് നമുക്കൊരു മീഡിയം ടൈമിൽ കാണാവുന്നത് 12,598 ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരണം എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നമുക്കിപ്പോൾ കാണുന്ന ചാർട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഈ മാർക്കറ്റ് ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ട്രേഡിംഗ് റേഞ്ച് ലോവർ ലെവലിൽ 11,827 ലെവലിൽ ബൈയിങ്ങും അതുപോലെ തന്നെ
12,011 ലെവലിൽ വരുമ്പോൾ മാർക്കറ്റിൽ സെല്ലിങ്ങും അത് ആയിരിക്കണം നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റായിട്ട് സ്ട്രാറ്റജി സെക്ഷനിലേക്ക് ഒന്ന് കടക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ റെക്കമെൻഡേഷൻസ് പലപ്പോഴും സ്വിംഗ് ഡെലിവറിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്വാർട്ടർലി റിസൾട്ട്സ് വരുമ്പോഴും പല കമ്പനീസിൻ്റെയും റിസൾട്ട്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അത് പലപ്പോഴും പല സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ് ഓൾമോസ്റ്റ് 8,000-ഓളം വ്യൂവേഴ്സ് ഉള്ള നമ്മുടെ ഈ ചാനലിൽ പലർക്കും അറിയാമായിരിക്കാം. പക്ഷെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു വരുമാനമൊക്കെ എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. പക്ഷേ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില സ്റ്റോക്കുകൾ നമ്മൾ എല്ലാ വീക്കിലി വ്യൂവിലും നമ്മൾ 1-2 സ്റ്റോക്കുകളെ കുറിച്ചെങ്കിലും ഡിസ്കസ് ചെയ്യാറുമുണ്ട് പുതിയതായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ബേസിക് പ്രിൻസിപ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ. നമ്മൾ വളരെ റിസ്കുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്സ് പോലെയുള്ള സ്റ്റോക്കുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് അത് മുകളിലേക്ക് വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ബേസിക്കലി നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു ബേസിക് മിസ്റ്റേക്ക് എപ്പോഴും 5 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ 10 റുപ്പീസിൻ്റെയൊക്കെയുള്ള സ്റ്റോക്കുകൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങി ആ സ്റ്റോക്ക് പലപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് അത്ര താഴെ ലെവലിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ബേസിക്കലായിട്ടുള്ള ഒരു കോമൺ സെൻസ് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും ഓൾ ഇന്ത്യയിൽ ഇത്രയധികം പേര്, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്രയധികം നോളേജ് ഉള്ളത്, മാർക്കറ്റിനെ കുറിച്ചുള്ള വിവരം, കൃത്യമായ ഇൻ്റലിജൻസ് ഇൻഫോർമേഷൻ ഉള്ളവരും ഇത്രയും പേര് വർക്ക് ചെയ്യുകയും ഫുള്ളി ഇത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരുള്ള ഒരു മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് 5 റുപ്പീസിലോ 10 റുപ്പീസിലോ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരത് വാങ്ങാത്തത് എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൂടെ പ്രോഫിറ്റ് നേടാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കുകയും അതുപോലെയുള്ള വളരെ വാല്യൂ കുറവുള്ള സ്റ്റോക്കുകളിലൂടെ പ്രോഫിറ്റ് നേടാൻ ശ്രമിക്കുന്നതിന് പകരം ബേസിക്കലി നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെയാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ പലപ്പോഴും നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി, ഒരു 5 റുപ്പീസിൻ്റെ സ്റ്റോക്ക് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങാമെന്നുള്ളത് കൊണ്ട് അത് വാങ്ങി ഒരു പക്ഷേ അത് 3 റുപ്പീസിലേക്കോ 2 റുപ്പീസിലേക്കൊക്കെ പോകുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ ബേസിക്കലി എസ്പെഷ്യലി ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസിൽ നമുക്കറിയാം വളരെ പെന്നി സ്റ്റോക്സ് പോലെയുള്ള സ്റ്റോക്കുകൾ കുറേയധികം ഹോൾഡ് ചെയ്ത് പലരും വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ഇൻവെസ്റ്റർ ഒരിക്കലും ആ പാത്തിലൂടെ പോകാൻ ശ്രമിക്കാതിരിക്കുക, മറ്റുള്ളവർ ചെയ്ത മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ എല്ലാം ഔട്ട് സ്മാർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു 5 റുപ്പീസ് വാങ്ങിയ ഒരു സ്റ്റോക്ക് 100 റുപ്പീസ് ആകും എന്നുള്ള എക്സ്പെക്റ്റേഷനെക്കാളും നമുക്കൊരു 200 അല്ലെങ്കിൽ ഒരു 500 സ്റ്റോക്ക് വാങ്ങി അതിൽ 20% അല്ലെങ്കിൽ 30% പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് പോകാവുന്ന രീതിയിലേക്ക് വേണം നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ വളരെ ലോവർ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന കുറേയധികം സ്റ്റോക്കുകളുണ്ട്. അത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മളവിടെ ആ ഒരു കാറ്റഗറി ആൾക്കാരുടെ കൂടെ നമ്മളിവിടെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാർക്കറ്റ് കണ്ടീഷനാണ്. ഇത് ഞാനൊരു പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ളൊരു അഡ്വൈസായിട്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്സ്, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്സ് വളരെ ക്വാളിറ്റിയുള്ള സ്റ്റോക്സ് തന്നെയായിരിക്കും. ആ സ്റ്റോക്കുകളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത 1-2 എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു 280-285 ലെവലിലായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത്. നമ്മളൊരു 316 ലെവലിലേക്ക് നമ്മൾ ഈ സ്റ്റോക്കിന് മൂവ് ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തൊരു ചാർട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ ഫ്രൈഡേയിലെ
ക്ലോസ് ചെയ്തിരിക്കുന്ന ചാർട്ടാണ്. നമുക്ക് കാണാം സ്റ്റോക്ക് 323 ലെവലിലെല്ലാം ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു സ്റ്റോക്കായിരുന്നു അന്ന്. ആ റിസൾട്ടോട് കൂടി നമുക്ക് വളരെ നല്ല പ്രോഫിറ്റിൽ ഗ്രോത്ത് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മറ്റേ പഴയ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് മണപ്പുറം ഫിനാൻസ് എന്നുള്ള സ്റ്റോക്ക്. മണപ്പുറം ഫിനാൻസ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ 143 ലെവലിലായിരുന്നു അല്ലേ ട്രേഡ് ചെയ്തിരുന്നത്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. 155 മുകളിലേക്കുള്ളൊരു ടാർഗറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ മണപ്പുറത്തിൻ്റെ കഴിഞ്ഞ ഫ്രൈഡേയിലെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം ഈ സ്റ്റോക്ക് 143 ലെവലിൽ നിന്നും 173 വരെയും മുകളിലേക്ക് പോവുകയുണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല മൂവ്മെൻറ്റ് നമുക്ക് പല സ്റ്റോക്കുകളിലും ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു പക്ഷേ ചെറിയൊരു കറക്ഷനോട് കടന്നു പോയി എന്ന് വെച്ചാലും ഇതെല്ലാം വളരെ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സ് ആയതുകൊണ്ട് നമുക്കത് ആ സ്റ്റോക്കുകൾ വീണ്ടും നമുക്ക് ഹയർ ലെവൽസിൽ വരികയും പ്രോഫിറ്റിൽ വരികയും ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള സ്റ്റോക്സാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് നോക്കൂ, നമ്മളൊരു റിലയൻസ് നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള കമ്പനി നമ്മൾ മോർ ദാൻ 5 times ഓൾമോസ്റ്റ് 200 ലെവലിൽ മുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് റിലയൻസ് നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ഈ കമ്പനി. എസ്പെഷ്യലി നമ്മളത് അനിൽ അംബാനി ഗ്രൂപ്പിൽ നിന്നും നിപ്പോൺ ലൈഫ് എന്ന ജപ്പാൻ കമ്പനി അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്റ്റോക്കിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണല്ലോ. ഇപ്പോൾ ആ സ്റ്റോക്ക് നോക്കൂ 375 ലെവലിലാണ്. ഓൾമോസ്റ്റ് ഫെബ്രുവരി മാസത്തിൽ നിന്നും ഇപ്പോൾ ഈ 2000 നവംബർ ആകുമ്പോൾ നമുക്ക് കാണാം ഈ സ്റ്റോക്ക് 375 അത് ഓൾമോസ്റ്റ് 100% അടുത്തുള്ളൊരു ഗ്രോത്താണ് നമുക്ക് റിലയൻസ് നിപ്പോൺ എന്നുള്ളൊരു ഈ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മളിതിലൂടെ ഈ ചാനലിലൂടെ നൽകുക എന്നുള്ള ഒരു സോഷ്യൽ പർപ്പസാണ് നമ്മളിൽ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം ചിന്തിച്ചുകൊണ്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ അതിനുശേഷം അത് കുറച്ച് പീരിയഡ്, ഒരു കറക്ഷൻ്റെ പീരിയഡ് ആയിരിക്കാം മാർക്കറ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു എക്കണോമിയുടെ ഒരു ബാഡ് ന്യൂസ് ആയിരിക്കാം, ഒരു പക്ഷേ GDP താഴ്ന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് താഴെ പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനും അതിൻ്റെ വിലയിൽ വരുന്ന ചില ദിവസങ്ങളിലുണ്ടാകുന്ന താഴ്ചയും അതുപോലെയുള്ള പോർട്ട്ഫോളിയോയിൽ കാണുന്ന ലോസിൻ്റെ ഫിഗേഴ്സും അത് ആക്ച്വൽ ലോസ് അല്ല, ആക്ച്വലി ഒരു നോഷണൽ ലോസാണ് അല്ലേ. നമ്മൾ വിൽക്കാത്തടത്തോളം നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ ആ ലോസ് നമുക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലും അത് മൈനസിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ അതിനെ കണ്ട് വിഷമിച്ച് നമ്മൾ വളരെ മനസ്സും എടുക്കുന്ന രീതിയിലുള്ള പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മുടെ ഒരു വെൽത്തിൻ്റെ ഒരു 20%ഓളം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് അതിൽ കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ 20% ആണ് നമ്മുടെ വെൽത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാനിക് ആകില്ല അല്ലേ. പാനിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ലോസുകൾ വരിക. നമുക്കറിയാം വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ ഇല്ലാത്ത ആളിൽ നിന്നും ക്ഷമയുള്ളവരിലേക്ക് വെൽത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരിടമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ്. അതായത് പേഷ്യൻസ് ഇല്ലാത്തവരിൽ നിന്നും പേഷ്യൻസ് ഉള്ളവരിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മൾ ഒരുപക്ഷെ ഒരു സ്റ്റോക്ക് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു 5% അല്ലെങ്കിൽ ഒരു 10% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പലരും അവിടെ അത് വിറ്റ് ആ ലോസ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിയ അതേ സമയം തന്നെ അന്ന് വാങ്ങിയ ആൾ ഒരുപക്ഷെ ആ 10% താഴുമ്പോൾ കുറച്ചുകൂടെ ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം വീണ്ടും ഇത് ഹയർ ലെവൽസിൽ എത്തുമ്പോൾ വിൽക്കുമ്പോൾ ആ സെയിം സ്റ്റോക്കിൽ തന്നെ ആ രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്ത ആൾ ചിലപ്പോൾ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾ പാനിക്കായിട്ട് വിറ്റതുകൊണ്ട് 10% ലോസ് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ആൾക്ക് പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോസ് വന്നത്. രണ്ടാമത്തെ ആൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തു, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തു, അദ്ദേഹം പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യണം. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അപ്പോൾ
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വെൽത്തിൻ്റെ ഒരു 20% മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയാൽ വാങ്ങുന്നതിന് മുമ്പ് ആ സ്റ്റോക്ക് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് കാര്യങ്ങൾ കൂടെ നമ്മളും പഠിക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിനുശേഷം സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ അഡീഷണലായിട്ട് വാങ്ങാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിച്ചാൽ നമ്മൾ 95% കാര്യങ്ങളിലും കേസുകളിലും നമ്മൾ പ്രോഫിറ്റിൽ തന്നെ നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്ഷമ എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ്. അത് ഈ ക്വാളിറ്റി നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 20% പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ എന്ന് പറഞ്ഞ് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം അപ്പോൾ നമ്മുടെ അലോക്കേഷൻ്റെ ഫണ്ട് കൂടുതലായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പാനിക്കാവും അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ ഒരു 20%-ലധികമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോക്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് നമുക്കൊരു 10 lakhs ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൽ ഒരു 1 lakh എന്നുള്ള രീതിയിൽ, അതായത് 10% കൂടുതൽ ഒരു സ്റ്റോക്കിലേക്ക് ബ്ലോക്ക് ആകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരിക്കലും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാരണം കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം ഒരു ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ള വളരെ നല്ല കമ്പനി ആയിരുന്നു അല്ലേ. അപ്പോൾ അതിന് കുറേ ഡെറ്റിൻ്റെ ഇഷ്യൂസ് വന്നപ്പോൾ ആ സ്റ്റോക്ക് വളരെ താഴേക്ക് പോയി. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്ക് ഒരു പക്ഷേ ഏതെങ്കിലും നമുക്ക് നേരത്തെ കാണാൻ സാധിക്കാത്ത ഇഷ്യൂസ് കൊണ്ട് ഒരു സ്റ്റോക്ക് വളരെ മോശം പെർഫോമൻസിലേക്ക് പോയാലും നമ്മുടെ മറ്റുള്ള സ്റ്റോക്കുകൾ 9 സ്റ്റോക്കുകളുള്ളത് ആ ഒരു ലോസിന് കവർ ചെയ്യാനായിട്ട് മറ്റു സ്റ്റോക്സിന് കഴിയുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മളൊരു 10%-ൽ കൂടുതൽ നമ്മളൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വെൽത്തിൽ ഒരു 20%-ലധികം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ഷമയോടുകൂടി ഓരോ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളതിന് പ്രോഫിറ്റിൽ വരുമ്പോൾ ആ പ്രോഫിറ്റിൽ വരുന്ന സമയത്തും നമ്മൾ പലപ്പോഴും കാണുന്നൊരു പ്രോബ്ലം, നമുക്ക് ഇനിയും അത് മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ അത്യാഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ലോസിലേക്ക് പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 20%-ൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് എൻ്റെ സ്ട്രാറ്റജി എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ വിൽക്കാനും മടി കാണിക്കരുത്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക, അതുപോലെ അതിൻ്റെ എത്ര എമൗണ്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുക. ആ സമയം നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ എവിടെയാണ് ഇറങ്ങേണ്ടത് തീരുമാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ സ്റ്റോക്ക് എവിടെ എത്തുമ്പോൾ വിൽക്കും എന്നുള്ളത് നേരത്തെ തീരുമാനിക്കുകയും ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അവിടെ എത്തുമ്പോൾ ആ തീരുമാനം മാറ്റാതിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു പ്രോഫിറ്റിൽ ആ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിൽക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും, വല്ല മടിയുണ്ടായിരിക്കും. പക്ഷേ ഒരു സ്റ്റോക്കിന് ഏറ്റവും എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കുക അത് മുകളിലേക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും മടി കാണിക്കാതിരിക്കുകയാണെങ്കിൽ കുറേയധികം നമുക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് നേടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും, അത് ഉപയോഗിക്കാനും സാധിക്കും. കഴിഞ്ഞ ടാക്സ് റേറ്റിൻ്റെ കട്ടിന് ശേഷം നമുക്ക് കുറേയധികം സ്റ്റോക്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെത്തേഡായിട്ടുള്ള ട്രിപ്ലസിംഗ് ഡെലിവറി എന്നുള്ള ഒരു മെത്തേഡിലൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായി. നമുക്ക് കുറച്ച് സ്റ്റോക്കുകളൊന്ന് നോക്കാം. കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് റീകോൾ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ. ആക്ച്വലി നമുക്ക് റിലാക്സോ ഫുട്വെയർ എന്ന സ്റ്റോക്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ സ്റ്റോക്ക് ഞങ്ങൾ എടുത്തിരുന്നത്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 465 ലെവലിലാണ്. ഞങ്ങൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 530 ലെവലിലാണ് ഞങ്ങളതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12%-ഓളം പ്രോഫിറ്റ് നമുക്കതിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്കൊരു സ്റ്റോക്കിൽ ഒരു 12 to 20%-ഓളം പ്രോഫിറ്റ് നമ്മൾ പല പ്രാവശ്യം പല സ്റ്റോക്കുകളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇയർ എൻഡിൽ കുറേയധികം നല്ല പ്രോഫിറ്റ്സ് നമുക്കുണ്ടായിരിക്കും. പലപ്പോഴും ഈവൻ ഈ മോശം കണ്ടീഷൻസിൽ പോലും നമുക്ക് പലപ്പോഴും നമുക്ക് 100%-ലും പ്രോഫിറ്റൊക്കെ നേടാനായിട്ട് ഒരു ഇയറിൽ സാധിക്കും. അത് ആ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ട്രിപ്ലസിംഗ് ഡെലിവറി എന്നുള്ളൊരു മെത്തേഡിലൂടെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ റിലാക്സോ ഫുട്വെയറിന് ശേഷം ഞങ്ങൾ പ്രസ്റ്റീജ് എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ 290 ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്കിൽ ഞങ്ങൾ 325 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 25%-ഓളം പ്രോഫിറ്റ് 12%-ഓളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ
MCX എന്നുള്ള സ്റ്റോക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ 1010 ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. 1200 ഇതിന് വളരെ ഒരു 7 ഡേയ്സിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ ഞങ്ങളൊരു 18% പ്രോഫിറ്റാണ് ഞങ്ങൾ MCX എന്ന സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതുപോലെ ദീപക് നൈട്രേറ്റ് എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾക്ക് 322 ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം 360 ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈമിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് എന്ന IGL എന്ന സ്റ്റോക്ക് ഞങ്ങൾ 335 ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്കിൽ ഞങ്ങൾ 415 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആ സ്റ്റോക്കിൽ ഞങ്ങൾക്ക് 415 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 23% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് IGL ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് എന്ന സ്റ്റോക്കിൽ 425 ലെവലിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. 520 ലെവലിൽ ഞങ്ങൾ അതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു 22% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ICICI പ്രൊഡൻഷ്യൽ ലൈഫ് എന്ന സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റോക്കിൽ ഒരു 12% അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉള്ള സമയത്ത് 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലിന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഒരു മിനിമം 10% പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള കോസ്റ്റുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു 10% പ്രോഫിറ്റ് കിട്ടും. അത് വീണ്ടും അടുത്ത സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന് നമുക്കൊരു ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേ ഔട്ട് എടുക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഈ ട്രിപ്ലസിംഗ് ഡെലിവറി എന്നുള്ളൊരു മെത്തേഡിൽ ഞങ്ങൾ അഡ്വൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് അത് നിങ്ങളുടെ സ്വന്തം ബ്രോക്കർ, നിങ്ങൾ ഏത് ബ്രോക്കറുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയും സ്റ്റോക്സ് വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫണ്ട് ക്ലയൻറ്റ് തന്നെ മാനേജ് ചെയ്യുകയും ഞങ്ങൾ അഡ്വൈസ് മാത്രം തരികയും ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഈ സ്വിംഗ് ഡെലിവറി എന്നുള്ള ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് നമ്മൾ നൽകുന്നത്. അതിലെല്ലാം മൺഡേയും ഞങ്ങൾ ഈ റെക്കമെൻഡേഷൻസ് തരികയാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്റ്റോക്കിനെ ഈ മെത്തേഡ് നോർമലി നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളെല്ലാ വ്യാഴാഴ്ചയും ഓപ്ഷൻ റൈറ്റിംഗ്, ഓപ്ഷൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തിരുന്നത് 11,850 കോൾ ഓപ്ഷനാണ് റൈറ്റ് ചെയ്തിരുന്നത്. ആ കോൾ ഓപ്ഷൻ ഞങ്ങൾ 12 o'clock 23 സെല്ല് ചെയ്തിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് 10 ആയിരുന്നു. അതിനുശേഷം ഓപ്ഷൻ 7 വരെ എല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഓപ്ഷൻ വീണ്ടും മുകളിലേക്ക് കയറി വരികയുണ്ടായി. പക്ഷേ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു ലോട്ടിൽ നമുക്ക് ഈസി ആയിട്ടൊരു 1000 rupees പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ 30,600 കോൾ ഓപ്ഷനാണ് ഞങ്ങൾ റൈറ്റ് ചെയ്തിരുന്നത്. 40 ലെവലിൽ റൈറ്റ് ചെയ്തതിന് ശേഷം 23 ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. കാരണം മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓപ്ഷൻ റൈറ്റിങ്ങിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം, ഞങ്ങൾ 40 സെല്ല് ചെയ്ത് 23 വന്നതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയുടെ റിവേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഓപ്ഷൻ മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ റൈറ്റിംഗ് കൃത്യമായിട്ടുള്ള ഒരു വ്യൂവിൽ ചെയ്തതിന് ശേഷം ഇൻ്റർനാഷണൽ നമുക്കറിയാം 12:30 ശേഷം യൂറോപ്യൻ മാർക്കറ്റെല്ലാം ഓപ്പൺ ആയി കഴിയുമ്പോൾ ഒരു പക്ഷേ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ട്രേഡിനെ അഡ്ജസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റ്സിനെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ 4 days ആയിരുന്നു വർക്കിംഗ് ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 80 points പ്രോഫിറ്റാണ് നേടാൻ സാധിച്ചത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 1 ലോട്ടിൽ ഒരു 6,000, അതുപോലെ ഒരു 10 ലോട്ട്സ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 60,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു. അതുപോലെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൽ കഴിഞ്ഞ വീക്കിൽ 54 points പ്രോഫിറ്റാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 40,000 പ്രോഫിറ്റ് നമുക്കൊരു 10 ലോട്ട് ചെയ്യുന്നൊരു ക്ലയൻറ്റിന് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് നൽകാനായിട്ട് സാധിച്ചിരുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ അതുപോലെ സ്റ്റോക്സിൻ്റെ റെക്കമെൻഡേഷൻസിൽ നമുക്ക് ലാസ്റ്റ് വീക്കിൽ നല്ലൊരു പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി. എസ്പെഷ്യലി ലാസ്റ്റ് ഡേയിൽ ഭാരതി എയർടെല്ലെല്ലാം നല്ല പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 1000 ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 22,500 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഞങ്ങളുടെ സ്റ്റോക്കിൽ നമുക്ക് നേടാൻ സാധിച്ചത്. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇപ്പോൾ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സ്റ്റോക്ക് ഓപ്ഷൻസിൽ കുറേയധികം നല്ല റെക്കമെൻഡേഷൻസ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. എസ്പെഷ്യലി
നമുക്ക് കാണാം ഭാരതി എയർടെല്ലിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഫ്രൈഡേയിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാൻ സാധിച്ചു. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്ഷൻസിലും നല്ലൊരു പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ ഈ ഭാരതി എയർടെല്ലിൻ്റെ ഓപ്ഷൻ നമുക്കറിയാം, കൃത്യമായിട്ടുള്ള ഓപ്ഷൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷൻ എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ റെക്കമെൻഡേഷൻസ് നൽകുന്നത്. ഞങ്ങൾക്കത് ഭാരതി എയർടെല്ലിൻ്റെ 360യുടെ കോൾ ഓപ്ഷൻ അന്ന് 25-ന് എടുത്ത് 34-ന് വിതിൻ ഹാഫ് ആൻ അവർ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ നമുക്ക് അതിലെ പ്രോഫിറ്റ് 375 ലെവലിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഓപ്ഷൻ നമ്മൾ 25-ന് എടുത്ത് 34-ൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് ശേഷം 42-ലേക്കൊക്കെ അത് പോയെങ്കിലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെയും വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുക എന്നുള്ള സ്ട്രാറ്റജിയാണ് വേണ്ടത്. അപ്പോൾ ഭാരതി എയർടെല്ലിൻ്റെ ഓപ്ഷൻ 1851 ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടിൽ 16,000 അതിന് മുകളിൽ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു ഭാരതി എയർടെല്ലിൻ്റെ ഇതുണ്ടായിരുന്നത് കഴിഞ്ഞ വീക്കിൽ. അതുപോലെ കമോഡിറ്റി സെഗ്മെൻറ്റിൽ ഗോൾഡിൽ കാര്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ നേടാൻ സാധിച്ചില്ല. പക്ഷേ സിൽവറിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ എല്ലാ ദിവസവും പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ വീക്കിൽ 700 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അതായത് ഒരു 10 ലോട്ട് ചെയ്യുന്നൊരു ക്ലയൻറ്റ് സംബന്ധിച്ചിടത്തോളം 35,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരുന്നു സിൽവർ മിനിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ കുറേയധികം ഫ്ലക്ച്വേഷൻസ് കൂടുതലുള്ളൊരു വീക്കായിരുന്നു ക്രൂഡ് ഓയിലിൽ. എങ്കിലും നമുക്കൊരു 10 ലോട്ട് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 15,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസാണ് ക്രൂഡ് ഓയിലിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നൽകിയിരുന്നത്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ഗോൾഡിൻ്റെ ഡിസംബർ കോൺട്രാക്റ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ സോൺ എന്ന് നോക്കാം. കമോഡിറ്റി സെഗ്മെൻറ്റിൽ ഗോൾഡിൻ്റെ കിലോ ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ സോണാണ്. ഡിമാൻഡ് സോൺ വരുന്നത് 37,580-ക്കും 37,490-ക്കും ഇടയിലാണ്. അതുപോലെ സപ്ലൈ സോൺ വരുന്നത് 38,618-നും അതുപോലെ 38,533 എന്നുള്ള ലെവലാണ് നമുക്ക് ഗോൾഡിന് നെക്സ്റ്റ് വീക്കിലൊരു ഡിമാൻഡ് സപ്ലൈ സോൺ നിലനിൽക്കുക. അതുപോലെ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് സോൺ വരിക 4,002-ലും 3,980-ക്കും ഇടയിലായിരിക്കും. അതുപോലെ സപ്ലൈ സോണായിട്ട് നിലനിൽക്കുക 4,138-ലും 4,157-ലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവലിന് ഡിമാൻഡ് സോണിൽ ബൈയും സപ്ലൈ സോണിൽ സെല്ലിംഗ് എന്നുള്ള സ്ട്രാറ്റജിയിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജികളൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസിറ്റീവ് ന്യൂസോടുകൂടി ഒരു പുൾ ബാക്ക് താഴെ ലെവലിൽ നിന്ന് നമുക്കറിയാം 518 ലെവലിൽ നിന്നും 254 വരെയൊക്കെ പോയ സ്റ്റോക്ക് ഇപ്പോൾ 393 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, ഒരു 417 ലെവലിലേക്കുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഭാരതി എയർടെൽ എന്തായാലും ടെലികോം സെക്ടറിൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ IRCTC എന്നുള്ള സ്റ്റോക്ക് ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള കമ്പനി ആയിരുന്നു. കഴിഞ്ഞ ദിവസം IPO വളരെ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷനോടുകൂടി വന്ന IPO ആണ് ഈ സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ സ്റ്റോക്കിന് നടക്കുന്നത്. നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഇപ്പോഴും ഈ സ്റ്റോക്കിന് നിലനിൽക്കുന്നത് ഉണ്ട് എന്നുള്ളത് ഈ ചാർട്ടിൽ നിന്ന് കാണാം. 100%-ലധികം IPOയിലെ പ്രൈസിനേക്കാൾ 100% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ഇപ്പോഴും അപ്വേർഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 928-ലാണ്. ഞാൻ ഈ സ്റ്റോക്കിന് IRCTCക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 970 ആണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ലഭിക്കാവുന്ന ഒരു ടാർഗറ്റാണ് 970. അതുകൊണ്ട് തന്നെ IRCTC നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ HDFC AMC, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, IPCA ലാബ്, അമരരാജ ബാറ്ററീസ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ IGL എന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല, ട്രേഡിങ്ങിനുള്ളതാണ്. താങ്ക് യു.